മാധ്യമങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വകാര്യ സ്വത്താണോ? ആണെന്നും തീർത്തു പറയാൻ പറ്റില്ല, അല്ല എന്നും പറയാൻ പറ്റില്ല. എന്നാലും മീഡിയ എത്തിക്സ് എന്നൊരു സംഭവമുണ്ട്. ബയാസ്ഡ് ആവാതെ ഉള്ളത് പറയുക. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ എത്തിക്സ് ബലി കൊടുക്കുന്നത് പതിവായിരിക്കുകയാണ്. ചില പത്രങ്ങളും ചാനലുകളും കോൺഗ്രസിന്റെ മുഖമാധ്യമം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് പ്രവചിച്ചത്. അന്ന് ഈ പ്രമുഖ മാധ്യമം പ്രവചിച്ചത് കെ മുരളീധരന് 1ാം സ്ഥാനവും VS സുനിൽകുമാറിന് 2ാം സ്ഥാനവും സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനവുമാണെന്നാണ്. പക്ഷേ ഫലം വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും ബഹുദൂരം പിന്നിലാക്കി സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചു കയറി. ഇപ്പോഴിതാ പത്മജ വേണുഗോപാൽ ബഹുദൂരം മുന്നിലെത്തിയിട്ടും തൃശൂരിൽ BJP ജയിക്കുമെന്ന് പറയാൻ ഈ പ്രമുഖ മാധ്യമം തയ്യാറാകുന്നില്ല. തിങ്കളാഴ്ച, അതായത് ഇന്നലെ, അതിൽ വന്ന പ്രവചനം എന്താണെന്ന് കൂടി പറയാം. തൃശൂരിൽ പത്മജിയും UDFന്റെ രാജൻ പല്ലനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ്. CPIയുടെ സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ 3ാം സ്ഥാനത്താകുമെന്ന് പറയുന്നിടത്തെ ഈ പറഞ്ഞ പ്രമുഖ മാധ്യമം എത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പങ്കെടുത്ത റോഡ് ഷോയോടെ പത്മജിയുടെ ഗ്രാഫ് രാജൻ പല്ലനേക്കാൾ എത്രയോ ഉയർന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ 2 തവണ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങിയ പത്മജ വേണുഗോപാൽ 2 തവണയും തോറ്റുപോയി. ഇതിന് കാരണം പത്മജിയെ TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ പിന്നിൽ നിന്നും കുത്തിയതാണ് എന്ന് പത്മജ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ BJPയുടെ ടിക്കറ്റിലാണ് പത്മജ മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പത്മജ വേണുഗോപാൽ BJP അംഗത്വമെടുത്തത്. 2024 സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയം തൃശൂരിലെ BJPയുടെ മുന്നേറ്റത്തിന്റെ സൂചനയാണ്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി പത്മജയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന സവിശേഷതയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് 15,000-ലേറെ വോട്ടുകളുടെ ലീഡ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു. ഇതാണ് NDA ക്യാമ്പുകളിൽ പ്രതീക്ഷ ഉണർത്തുന്നത്. മണ്ഡലത്തിൽ സുപരിചിതയായ പത്മജിയുടെ സ്ഥാനാർത്ഥിത്വവും NDAക്ക് കരുത്താകും. എന്തൊക്കെ പറഞ്ഞാലും തൃശൂരിന് മറക്കാനാവില്ല K കരുണാകരനെയും കരുണാകരന്റെ മകളെയും. കോൺഗ്രസുകാർ 2 വട്ടം പിന്നിൽ നിന്നും കുത്തിത്തോൽപ്പിച്ച കരുണാകരന്റെ മകളെ ഇക്കുറിയെങ്കിലും കരകയറ്റണമെന്ന മോഹം കോൺഗ്രസ് വോട്ടർമാർക്കിടയിൽ ശക്തമായി ഉണ്ടെന്നതാണ് വാസ്തവം. ഇതും NDAക്ക് അനുകൂലമാകും. സമീപകാലത്ത് തൃശൂരിലെ BJPയുടെ വളർച്ചയാണ് പത്മജിയുടെ വിജയത്തിന് ആധാരമാക്കുക. ഈ 2 ഘടകങ്ങൾ ഒന്നിക്കുന്നതോടെ പത്മജിയുടെ ജയം ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്ന രാജൻ പല്ലൻ തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ എന്ന നിലയിൽ മണ്ഡലത്തിന് പരിചിതനാണ്. മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള അടുത്ത ബന്ധവും കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന് കരുത്താകാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും പത്മജിയോളം ജനപ്രീതി രാജൻ പല്ലനില്ല എന്നതാണ് വാസ്തവം. തൃശൂർ നഗരസഭയിലെ 1 മുതൽ 11 വരെ, 14 മുതൽ 22 വരെ, 32 മുതൽ 39 വരെ, 43 മുതൽ 50 വരെ വാർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് തൃശൂർ നിയമസഭാ മണ്ഡലം. CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലായിരുന്നു മുൻകാലങ്ങളിൽ പ്രധാന പോരാട്ടമെങ്കിൽ സമീപകാലത്ത് ഇവിടെ BJP വലിയ സ്വാധീനം ഉറപ്പിച്ചു. എന്തായാലും CPIക്ക് വേണ്ടി കളത്തിലിറങ്ങിയ കവി കൂടിയായ ആലങ്കോട് ലീലാകൃഷ്ണന് കാര്യമായ തരംഗമുണ്ടാക്കാനായിട്ടില്ല. പൊന്നാനി സ്വദേശിയായ ഇദ്ദേഹം തൃശൂർ ജില്ലക്കാരനല്ല എന്ന എതിരാളികളുടെ പ്രചാരണം ശരിക്കുമേറ്റു. 3ാം സ്ഥാനത്ത് വളരെ പിന്നിലായി കിതച്ചോടുകയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ.